ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ. മോളെ കല്യാണക്കാരൊക്കെ എന്തായി? വീട്ടിലൊന്നും സെറ്റ് ആവുന്നില്ല അമ്മാവാ. എന്ത് മോളെ വരുന്ന കണ്ട ആമ്പിള്ളേർക്കൊന്നും നിന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എന്തിനു പറഞ്ഞത്? അല്ല ആമ്പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേന്ന്. ആടാ പൂണുസോ, ആമ്പിള്ളേർക്കല്ല, എനിക്കാ ഒന്നിനും ഇഷ്ടപ്പെടാത്തത്. വരുന്നല്ല ഒരുമാതിരി മാക്കാച്ചി മോന്തയുള്ള കൊരങ്ങന്മാര്. ഞാനൊരു സുന്ദരി കുട്ടിയില്ലേ അമ്മാവാ, അപ്പൊ എനിക്ക് മാച്ച് വന്നിട്ട് പയ്യൻ വേണ്ടേ? എന്തിനു നോക്കളെ? ഒന്നുമില്ല ചേട്ടാ. എന്താണ്? ഒന്നിങ്ങ് വന്നേ. വാ. സംതിങ് ഹോട്ട്. എന്തിന്? ചൂട് ചായ എടുത്ത് വെച്ചിരിക്കുന്ന തണുക്കളതിന് മുന്നേ എടുത്ത് കുടിച്ചിട്ട് പോ. അതെ, ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. ഇതൊരു തിയേറ്റർ ആണ്. തിയേറ്റർ ആകുമ്പോ ഒച്ചയും ബഹളവും കൂക്കുവിളിയും ഉണ്ട്. അതല്ല തിയേറ്ററുള്ള. ഇടൂ, ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ. ആ, ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ അങ്ങ് എനിമ വെച്ച് തരും. സിനിമ വെച്ചവരാണ് വിജയുടെ തെറി വെച്ച തന്നെ. എനിമ വെച്ച എന്താവും അറിയാവോ? ഇല്ല. ആ പതഞ്ഞു പറഞ്ഞു ഊപ്പാട് വന്നോളൂ. അല്ല, ഇത് ആരാ? മനോജാരാ? ഈ തൂണ് പോലെ ഒരാള് നിൽക്കുന്നുണ്ടല്ലേ, ഞാനാണ് മനോജ്. നെറ്റിയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, അത് മനസ്സിലാക്കാൻ. ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞാ മതി കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യക്ക് 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് 2 കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ, തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. കാലിന്ന് കയ്യിൽ നിന്ന് എടുത്ത് എന്താണ് കുഴപ്പം? അറിയണമല്ലോ. താൻ കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തന്റെ കെട്ടിയോളാണോ അകത്ത് കിടക്കുന്നത്?